കഥ തുടങ്ങുന്നത് ആനന്ദപുരത്തിലാണ് തുടങ്ങുന്നത്. മീന എന്നുള്ള ഒരു പെണ്ണിന് അവരുടെ മകന് വേണ്ടി പെണ്ണ് നോക്കുകയായിരുന്നു. എന്റെ മകൻ അരവിന്ദ് സിറ്റിയിൽ വലിയൊരു കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാ. അവന്റെ ശമ്പളം 30,000 രൂപയാണ്. 30,000. ഇത് വളരെ നല്ല കാര്യമാണല്ലോ. അരവിന്ദിന് സിറ്റിയിൽ നിന്നും ഒരുപാട് സംബന്ധം വന്നു. ഞാനാ വേണ്ടാന്ന് പറഞ്ഞത്. ഞാൻ ഒരുപാട് ദിവസമായി എന്താണ് ആലോചിച്ചെന്ന് വെച്ചാൽ, എന്റെ മോൻ കല്യാണം കഴിക്കുന്നത് ഗ്രാമത്തിലുള്ള ഒരു പെൺകുട്ടി ആയിരിക്കണമെന്നാ. ആ കുട്ടി കാണാനും സുന്ദരിയായിരിക്കണം. പിന്നെ ഞങ്ങളുടെ വീടും നല്ല പോലെ പരിപാലിക്കണം. നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ചേച്ചി. നിങ്ങൾക്ക് സർവഗുണ സമ്പന്നയായ ഒരു മരുമകളെ കിട്ടും. ശരി ശരി. പിന്നെ ആ ഗ്രാമത്തിൽ നിന്ന് മീനിയും പിന്നെ അവരുടെ മകൻ അരവിന്ദും പെണ്ണ് കാണാൻ വേണ്ടി പോയിരുന്നു. ഈ പെൺകുട്ടി നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. ഗ്രാജുവേറ്റ് ആണ്. മീനിയും പിന്നെ അവരുടെ മകനും ഈ പെണ്ണിന്റെ വീടും പിന്നെ അവരുടെ സ്വത്താണ് നോക്കിക്കൊണ്ടിരുന്നത്. നിറയെ സംബന്ധം കണ്ടതിന് ശേഷം അവർ ശങ്കറിന്റെ മകൾ സീതയെ കാണാൻ വേണ്ടി വന്നിരുന്നു. സീതയെ കാണാൻ വളരെ ഭംഗിയായിട്ടുണ്ടായിരുന്നു. പിന്നെ മുഖ്യമായ കാര്യം എന്താ വെച്ചാൽ, ശങ്കർ ആ നാട്ടിൽ തന്നെ വലിയ പൈസക്കാരനായിരുന്നു. എനിക്ക് നിങ്ങളുടെ മകളെ ആദ്യം കണ്ടപ്പോൾ തന്നെ ഒരുപാട് ഇഷ്ടമായി. നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ പറയൂ. നമ്മൾക്ക് അടുത്ത 1 മാസത്തിനകം തന്നെ കല്യാണം നടത്താം. പക്ഷേ 1 മാസത്തിനകമോ? അതെന്തുകൊണ്ടെന്നാൽ അരവിന്ദിന് ഇടയ്ക്കിടയ്ക്ക് കമ്പനിയിൽ ലീവ് കിട്ടില്ല മോളെ. അവൻ ഇത്തവണ 1 മാസത്തെ വലിയ ലീവ് എടുത്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ കല്യാണം പെട്ടെന്ന് നടന്നാൽ അത് വളരെ നന്നായിരിക്കും. ശങ്കറും മാധവിയും ഇതുപോലെ ഒരു സംബന്ധം വേണ്ടിയായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് അവരെല്ലാരും കല്യാണത്തിന് സമ്മതമെന്ന് അറിയിച്ചു. ശരി, നിങ്ങളുടെ ഇഷ്ടം പോലെ തന്നെ നടത്താം. ശങ്കറിന്റെ കുടുംബം ഒരു വലിയ പണക്കാര കുടുംബമാണ്. അതുകൊണ്ട് പൈസ അവർക്ക് ഒരു വലിയ പ്രശ്നമില്ലായിരുന്നു. അതുകൊണ്ട് അന്ന് തന്നെ അവർ നിശ്ചയദാർഥവും നടത്തി. അതിനുശേഷം കല്യാണത്തിന്റെ ഏർപ്പാടും അവർ തുടങ്ങിക്കഴിഞ്ഞു. മീനിയും പിന്നെ അവരുടെ മകൻ അരവിന്ദും ആ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ അവർ കല്യാണം നടത്താനുള്ള ശ്രമങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത്. കല്യാണത്തിന് ഒരു ദിവസം മുമ്പ് മീന ശങ്കർജിയെ കാണാൻ വേണ്ടി വന്നിരുന്നു. എന്താണ് കാര്യം, പറയൂ. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ വലിയ കാര്യമൊന്നുമില്ല. ഞങ്ങളുടെ കുടുംബത്തിന്റെ സമ്പ്രദായം വെച്ച് മരുമകളെ പല്ലക്കിൽ വെച്ചാണ് വീട്ടിലേക്ക് കൊണ്ടുവരേണ്ടത്. അതിനുള്ള ഏർപ്പാടുകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ഞങ്ങളുടെ വീട് 200 കിലോമീറ്റർ ദൂരെയാണുള്ളത്. പക്ഷെ ഞാൻ എല്ലാ ഏർപ്പാടും ചെയ്തു കഴിഞ്ഞു. അവസാനത്തെ 1/2 മണിക്കൂറെങ്കിലും മരുമകൾ പല്ലക്കിൽ ഇരിക്കണം. അതൊരു പ്രശ്നമില്ല. ആരംഭം മുതൽ എത്ര സമയമാണ് എന്റെ മകൾ പല്ലക്കിലിരുന്ന് വരേണ്ടതെന്ന് പറയൂ. ഞങ്ങളുടെ മകൾ തീർച്ചയായും ഇരിക്കും. ഇതിലെന്താ പ്രശ്നമുള്ളത്? നിങ്ങൾ പറഞ്ഞത് കേട്ട് എനിക്ക് സന്തോഷമായി. ഞാൻ പോയി വരട്ടെ. മാധവി തന്റെ മകളെടുത്ത് ആ പല്ലക്കിന്റെ കാര്യം പറ്റി പറഞ്ഞിരുന്നു. നിന്റെ അമ്മായിയമ്മ വളരെ നല്ലവരാണ്. അവർ നമ്മളോട് എന്തു പറഞ്ഞെന്നാൽ, നീ നാളെ ഇവിടെ നിന്നും പല്ലക്കിലിരുന്നാണ് അവരുടെ വീട്ടിലേക്ക് പോകേണ്ടതെന്ന്. ശരി അമ്മേ, നമ്മളെ കൊണ്ട് എന്തു ചെയ്യാൻ പറ്റും? എന്റെ അമ്മായിയമ്മയുടെ വീട് അത്രയും ദൂരെയായി പോയില്ലേ? അതെ. കല്യാണ ദിവസവും വന്നിരുന്നു. ശങ്കർ വളരെ സന്തോഷത്തോടെ മീനടുത്ത് 10 ലക്ഷം രൂപയും കൊടുത്തിരുന്നു അദ്ദേഹത്തിന്റെ മകൾക്ക് വേണ്ടി. ഇവിടെ നോക്കൂ, ഇത് നമ്മുടെ മകൾക്ക് വേണ്ടിയുള്ള ഡൗറിയല്ല. ഇത് അവരുടെ കുടുംബത്തിന് നല്ലതിനു വേണ്ടിയാണ്. ഞങ്ങൾ തരുന്ന സമ്മാനമായി കരുതണം. ഇത് നിങ്ങൾ നിങ്ങളുടെ മകൾക്കായി സന്തോഷത്തോടെ നൽകുമ്പോൾ ഞാൻ എന്തിനാ അത് വേണ്ടാന്ന് പറയുന്നത്? ശങ്കർ 10 ലക്ഷം അല്ലാതെ തന്റെ മകൾക്ക് വേണ്ടി എല്ലാ സാധനങ്ങളും അവർ വാങ്ങിക്കൊടുത്തിരുന്നു. കല്യാണം നന്നായിട്ടും കഴിഞ്ഞു. പിന്നെ അവർക്ക് വിട പറയുന്ന സമയം വന്നു. സീത വല്ലാതെ കരഞ്ഞുകൊണ്ട് തന്നെ ഇരുന്നു. പിന്നെ ആ പള്ളത്ത് തൂക്കുന്ന ആൾക്കാരും വന്നു. സീത മോളെ, പല്ലക്കിൽ കേറിയിരിക്കൂ. ഞങ്ങൾ കാറിൽ മുൻപേ പോയിക്കൊണ്ടിരിക്കാം. ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. പല്ലക്കിൽ ആ ആളുകൾ നിന്നെ ഭദ്രമായി വീട്ടിൽ കൊണ്ടെത്തിക്കും. ശരി അമ്മായിയമ്മേ. മീനിയും അരവിന്ദും കാറിലിരുന്നിട്ട് അവർ പുറപ്പെട്ടു പോയി. പിന്നെ സീതയും പുറകിൽ തന്നെ പള്ളക്കിൽ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ പള്ളക്ക് ഗ്രാമത്തിൽ നിന്ന് പുറത്തേക്ക് വന്നതിന് ശേഷം അവർ നഗരത്തിലേക്കും വന്നു. പിന്നെ ഇവിടെ ഒരു ബംഗ്ലാവിൽ അവർ നിർത്തി. നിങ്ങളുടെ വീട് വന്നു കഴിഞ്ഞു മോളെ. സീത വല്ലാതെ കുഴപ്പത്തിലായിരുന്നു. അവരുടെ അമ്മായി വീട്ടിൽ ആരും വരവേൽക്കാൻ വേണ്ടി ആരുമില്ലായിരുന്നു. അതുമാത്രമല്ല, വീടിന് അലങ്കാരമില്ലായിരുന്നു. ഇത് ശരിയായ വീടാണോ? അതെ അനിയത്തി, ഞങ്ങൾക്ക് ഈ വീട് അഡ്രസ്സാണ് തന്നത്. ശരി, ഞാൻ അകത്തേക്ക് ചെന്ന് നോക്കിയിട്ട് വരാം. ശരി സിസ്റ്റർ. സീത ആ ബംഗ്ലാവിനടുത്ത് പോയിട്ട് അവൾ കോളിംഗ് ബെല്ലും അടിച്ചിരുന്നു. ഒരു വയസ്സായ മുത്തശ്ശനായിരുന്നു കതവ് തുറന്നത്. പറയൂ മോളെ. ഇത് അരവിന്ദ് സാറിന്റെ വീടല്ലേ? ഇല്ല, ഇത് എന്റെ വീടാണ് മോളെ. അങ്ങനെയാണെങ്കിൽ
ഇവിടെ തൊട്ടടുത്ത അരവിന്ദ് എന്ന് ആരെങ്കിലും ഉണ്ടോ? അവരുടെ അമ്മയുടെ പേര് മീന. ഇല്ല മോളെ, ഇങ്ങനെ അരവിന്ദ് എന്ന് പറഞ്ഞ പേരുള്ള ആളില്ലായിരുന്നു. പിന്നെ മീന എന്ന് പറഞ്ഞ പേരും ഇല്ലായിരുന്നു. ഇത് കേട്ടപ്പോ തന്നെ സീതയുടെ കൈയും കാലും വിറയ്ക്കാൻ തുടങ്ങിയിരുന്നു. അവൾ ഏതും അറിയാത്ത ഒരു സ്ഥലത്താണ് വന്നിരിക്കുന്നത്. പിന്നെ അവളുടെ അമ്മായിയും പുരുഷനും അവളെ പറ്റിച്ചു പോയെന്ന് അവൾ വിചാരിച്ചു. അവൾ കരയാനും തുടങ്ങി. എന്താ മോളെ കാര്യം? നീ ആരാണ്? ഞാൻ സീതയാണ്. അന്തൻപൂരാണ് എന്റെ ഗ്രാമം. ഇന്നാണ് അരവിന്ദ് സാറിനും എനിക്കും കല്യാണം കഴിഞ്ഞത്. പക്ഷെ അവരുടെ അമ്മ പല്ലക്കുകാരോട് ഈ വീടിനെയാണ് പറഞ്ഞയച്ചത്. അവരെന്തിനാ ഇങ്ങനെ ചെയ്തതെന്ന് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഈ വയസ്സായ മുത്തശ്ശനെ എല്ലാം മനസ്സിലായി. അതായത് ഈ പെണ്ണിനെ ആരോ പറ്റിച്ചിട്ടുണ്ടെന്ന്. പിന്നെ അദ്ദേഹം വിചാരിച്ചു, എന്തിനാ പറഞ്ഞ് അവളെ പേടിപ്പിക്കണ്ടേ എന്ന് വിചാരിച്ചു. എനിക്ക് തോന്നുന്നു നിന്റെ അമ്മായി അറിയാതെ അഡ്രസ്സ് മാറ്റി കൊടുത്തിട്ടുണ്ടാവും തോന്നുന്നു. ഞാൻ പറയുന്നത് നീ തെറ്റായിട്ട് വിചാരിക്കരുത്. നീ നിന്റെ ഗ്രാമത്തിലേക്ക് തിരിച്ചു പോയാൽ അവര് തീർച്ചയായിട്ടും നിന്നെ തേടി ഗ്രാമത്തിലേക്ക് വരുമല്ലോ. ഇല്ല, എന്നെ കൊണ്ട് ഗ്രാമത്തിലേക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. ഒരു പക്ഷെ ഞാൻ അങ്ങനെ തിരിച്ചു പോയാൽ എന്റെ അച്ഛനും അമ്മയും ഒരുപാട് വിഷമിക്കും. മോളെ, നീ അറിയാത്ത നഗരത്തിൽ എങ്ങനെയാണ് നിൽക്കാൻ പോകുന്നത്? എനിക്കറിയില്ല. സീത കരഞ്ഞുകൊണ്ട് തന്നെ അവൾ അവിടുന്ന് പുറപ്പെട്ടു പോയി. ഒരു മിനിറ്റ് നിൽക്കും മോളെ, ഞാൻ നിനക്ക് അച്ഛനെ പോലെയാണ്. അതെ. നീ നഗരത്തിൽ ഒന്നും അറിയാതെ എവിടെയോ പോകുന്നതിന് എന്റെ വീട്ടിൽ താമസിച്ചോളൂ. ഞാൻ എങ്ങനെയെങ്കിലും ശ്രമിച്ചിട്ട് നിന്റെ ഭർത്താവിനെയും പിന്നെ നിന്റെ വീടും ഞാൻ കണ്ടുപിടിച്ചു തരാം. മനസ്സിലായോ? ആ വയസ്സായ മുത്തശ്ശൻ ആ പെണ്ണിനെ സഹായിക്കണമെന്ന് വിചാരിച്ചു. ഇത് അല്ലാതെ സീതയ്ക്കും വേറൊരു വഴിയും ഇല്ലായിരുന്നു. അതുകൊണ്ട് ആ വയസ്സായ മുത്തശ്ശൻ പറയുന്നത് അവൾ കേട്ടു. അടുത്ത കുറച്ച് ദിവസങ്ങളായിട്ട് സീത ആ വയസ്സായ മുത്തശ്ശന്റെ വീട്ടിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. ആ മുത്തശ്ശൻ ഒരു വലിയ പൈസക്കാരനായിരുന്നു. സീതയെ രക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം സീതയുടെ ഫോട്ടോ വെച്ച് ന്യൂസ് പേപ്പറിൽ ഇട്ടിരുന്നു. പിന്നെ അദ്ദേഹം തന്നെ നേരിട്ട് പോയി അരവിന്ദ് മീനിനെ പറ്റി ശ്രമങ്ങൾ എടുത്തിരുന്നു. ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മാസവും കടന്നുപോയി. സീതയ്ക്ക് മനസ്സിലായി, അതായത് അവളുടെ ഭർത്താവ് വരില്ല എന്ന്. ഒരു ദിവസം ആ വയസ്സായ മുത്തശ്ശനടുത്ത് അവൾ പോയിരുന്നു. നിങ്ങൾ എന്നെ നിങ്ങളുടെ മകളെ പോലെ നന്നായിട്ട് നോക്കി. പക്ഷെ എന്റെ ഭർത്താവ് എനിക്ക് തിരിച്ചു കിട്ടുമെന്ന് എനിക്ക് വിശ്വാസമില്ല. അതുകൊണ്ട് ഞാൻ എന്റെ ഗ്രാമത്തിലേക്ക് തിരിച്ചു പോകുന്നതാണ് എല്ലാവർക്കും നല്ലത്. ഇന്നാണ് നീ നല്ലൊരു തീരുമാനം എടുത്തിരിക്കുന്നത് മോളെ. ആദ്യം തന്നെ എനിക്കിത് മനസ്സിലായിരുന്നു. നിന്റെ ജീവിതത്തിൽ നിനക്ക് വലിയൊരു ദുരന്തമാണ് നടന്നിരിക്കുന്നത്. പക്ഷെ ഒന്നും അറിയാത്ത നിന്നെ പോയി അവര് പറ്റിച്ചല്ലോ മോളെ. ഞാൻ നിന്റെ മനസ്സ് വിഷമിപ്പിക്കാൻ വേണ്ടിയാണ് പറയാൻ തരുന്നത്. പിന്നെ ഒന്നും അറിയാതെ ഈ നഗരത്തിൽ പോയി നീ പെട്ടാൽ വല്ലാതെ പ്രശ്നമാവും മോളെ. അതുകൊണ്ടാണ് ഞാൻ നിന്റെ അടുത്ത് ഒരു സത്യവും പറയാതെ ഇരുന്നത്. സീത കരഞ്ഞുകൊണ്ട് തന്നെ ആ വയസ്സായ മുത്തശ്ശനെ കെട്ടിപ്പിടിച്ചു. ജീവിതത്തിൽ നീ എപ്പോഴും വളരെ സന്തോഷത്തോടെ ഉണ്ടാവണം മോളെ. പിന്നെ അദ്ദേഹത്തിനടുത്ത് നിന്ന് ആശീർവാദം വാങ്ങിയിട്ട് അവൾ ഗ്രാമത്തിലേക്ക് തിരിച്ചു പോയിരുന്നു. സീത വീട്ടിൽ പോയതിനു ശേഷം അവൾ അച്ഛനമ്മേൻ്റെ അടുത്ത് നടന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നു. അവൾ പറയുന്ന കഥകൾ കേട്ടിട്ട് അവരുടെ രണ്ടുപേര് കണ്ണിലും വെള്ളം വരാൻ തുടങ്ങി. എല്ലാം എന്റെ തെറ്റാണ് മോളെ. ഒന്നും ഞാൻ വിചാരിക്കാതെ നിനക്ക് ഞാൻ കല്യാണം ചെയ്യിപ്പിച്ചു. നിനക്ക് സ്ഥലം കൊടുത്ത ആ വലിയ മുത്തശ്ശൻ നന്നായിട്ടുണ്ടാവണം മോളെ. പക്ഷെ നല്ല കാര്യം, നിന്നെ അവരവിടെ കൊണ്ടുപോയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? നല്ല ഭാഗ്യം, നീ തിരിച്ചെത്തി. അതിന് ദൈവത്തിന് നന്ദിയുണ്ട്. ആ വയസ്സായ മുത്തശ്ശന്റെ നല്ല മനസ്സുകൊണ്ടാണ് സീത വീട്ടിലേക്ക് തിരിച്ച് എത്തിയത്. ഇതേപോലെ കുറെ പെൺകുട്ടികളെ ഇതുപോലെയാണ് പറ്റിച്ച് ജീവിക്കുന്നത്. സീതയ്ക്ക് നടന്നതുപോലെ നമുക്ക് നടക്കാൻ പാടില്ല എന്ന് നമ്മൾ ശ്രദ്ധയോടെ ഉണ്ടാവണം.